നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ദിവ്യ, അവൻ കാരണം അല്ല ഗർഭിണി ആയതെങ്കിൽ പിന്നെ അവൻ നാളെ ഇവിടേക്ക് വരേണ്ട കാര്യമില്ലല്ലോ. എക്സാക്ട്ലി. അപ്പോ ദീപക് നാളെ വന്ന് ചടങ്ങിൽ പങ്കെടുത്ത് കഴിഞ്ഞ ആ വാർത്ത നമ്മൾ പബ്ലിക് ആക്കാൻ പോകുന്നു. നിന്റെ അംബിക മാഡം പറഞ്ഞതെന്താ? അവരുടെ മകനില്ലേ ആ തലതെറിച്ചവൻ ദീപക്കോ? ആ അവൻ തന്നെ. അവൻ അവരുടെ വീട്ടിലെ വേലക്കാരി പെണ്ണിനെ ഗർഭിണിയാക്കിയെന്ന വേലക്കാരി പറയുന്നത്. അല്ലെന്ന് അവനും. ആ പെണ്ണിന്റെ സീമന്തേ രാജുവിന്റെ വീട്ടിൽ വെച്ച് ഋതിക നടത്താൻ പോവാണെന്ന്. അത് മുടക്കണോ എന്ന് പറയാൻ വിളിച്ചതാ. പിന്നെ നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? അവരെന്തേലും കാണിക്കട്ടെ. സീമന്തം നീ മുടക്കാനൊന്നും നിക്കണ്ട. അംബിക മേഡം വിശ്വസിച്ച് വിളിച്ചു പറഞ്ഞല്ലേടി. കുന്തം എടി മണ്ടി, നീ അത് മുടക്കിയാല് അംബിക മാഡവും മോനും ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടും. അങ്ങനെ അവര് വിചാരിക്കുന്നത് പോലെ എല്ലാം നടന്ന അവർക്ക് ഋതികയെ ശരിയാക്കാനുള്ള ചൂട് കുറയും. തൽക്കാലം സീമന്തം നടക്കട്ടെ എന്നാ ഞാൻ പറയുന്നേ. അമ്മയ്ക്കും മോനും ഋതികയോടുള്ള വാശി കൂടണം. അതാ നമുക്കിപ്പോ വേണ്ടത്. മനസ്സിലായോ? ശരിയാ, നീ പറയുന്നതിലും കാര്യമുണ്ട്. എങ്കി ശരി മോളെ, നല്ല യാത്രാക്ഷീണമുണ്ട്. നീ ടെൻഷൻ അടിക്കണ്ട, നമുക്കെല്ലാം ശരിയാക്കാം. രാജു, എന്തേത്? കുറെ നേരം ആയല്ലോ ഈ ആലോചന തുടങ്ങിയിട്ട്. എന്താ കാര്യം? ഞാൻ ദിവ്യയുടെ കാര്യം ആലോചിക്കായിരുന്നു മാഡം. സീമന്തത്തിന് വരാന്ന് ദീപകിനെ കൊണ്ട് നമ്മൾ സമ്മതിപ്പിച്ചു. സീമന്തത്തിന് വന്ന് ആ ചടങ്ങിന് പങ്കെടുത്തിട്ട് അവനെ വെറുതെ അങ്ങനെ വിട്ടാ ശരിയാവോ? പിന്നെ അവനെ എന്ത് ചെയ്യാനാ രാജുവിന്റെ പ്ലാൻ? ഉപദ്രവിക്കാനൊന്നും അല്ല ഋതിക മാഡം. ശരിക്കും ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാ. ഈ ഓപ്പർച്യൂണിറ്റി കൃത്യമായി ഉപയോഗിച്ച ദീപക് തന്നെയാണ് ദിവ്യയുടെ ഗർഭത്തിന് കാരണക്കാരനെന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റും. എങ്ങനെ? ഋതിക മാഡം ഒന്ന് ആലോചിച്ച് നോക്ക്. എനിക്കൊരു വഴിയും തോന്നുന്നില്ല രാജു. ഒന്നുകൂടി മനസ്സിരുത്തി ആലോചിച്ച് നോക്ക്, കിട്ടും. യെസ്, എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട്. ഞാൻ പറയാം. അത് തന്നെയാണോ രാജുവിനും തോന്നിയെന്ന് പറയണം. ഓക്കെ, ഋതിക മാഡം മാഡത്തിന് തോന്നിയത് പറയും. എന്തായാലും ദീപക് നാളെ ഇവിടെ വരും. അവൻ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്യും. ദിവ്യയുടെ ഗർഭം അവന്റെ അല്ലെങ്കിൽ പിന്നെന്തിന് അവൻ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വരണം? DNA റിപ്പോർട്ട് കാണിച്ച് പേടിപ്പിച്ചത് പോട്ടെ. സത്യസന്ധനായ ഒരാളായിരുന്നു ദീപക് എങ്കിൽ, ദിവ്യ അവൻ കാരണം അല്ല ഗർഭിണി ആയതെങ്കിൽ പിന്നെ അവൻ നാളെ ഇവിടേക്ക് വരേണ്ട കാര്യമില്ലല്ലോ. എക്സാക്ട്ലി. അപ്പോ ദീപക് നാളെ വന്ന് ചടങ്ങിൽ പങ്കെടുത്ത് കഴിഞ്ഞ ആ വാർത്ത നമ്മൾ പബ്ലിക് ആക്കാൻ പോകുന്നു. അവൻ നാളെ വരുന്നതും ഭർത്താവിന്റെ സ്ഥാനത്ത് നിന്ന് ദിവ്യയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതും നമ്മൾ വീഡിയോ എടുക്കും. ആ വീഡിയോ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കും. അതെ, ഒരുപാട് വീഡിയോ എടുത്ത് എന്നെ കൊടുക്കാൻ നോക്കിയവനവൻ. അവൻ അതേ നാണയത്തിൽ തന്നെ തിരിച്ചൊരു പണി. അവൻ തീരെ പ്രതീക്ഷിക്കില്ല. നമ്മൾ ചിന്തിക്കുന്ന പോലെ എല്ലാം നടന്ന DNA റിപ്പോർട്ട് ഇല്ലാതെ തന്നെ ദീപക്കാണ് ദിവ്യയുടെ കുഞ്ഞിന്റെ അച്ഛനെന്ന് നമുക്ക് തെളിയിക്കാം. അതെ, എന്താ ഋതിക മാഡം, എന്തുപറ്റി? ഒന്നുമില്ല. ദിവ്യയുടെ കുഞ്ഞ്
ദീപകിൻ്റെതാണെന്ന് തെളിയിക്കേണ്ട കാര്യം തന്നെയാ രാജു. പക്ഷെ ആ സത്യം തെളിഞ്ഞ അച്ഛൻ അവനെ കൊണ്ട് ദിവ്യയെ വിവാഹം ചെയ്യിക്കും. പിന്നെ ദീപകിന്റെ ശല്യം തീർന്നു എന്നും പറഞ്ഞ് എന്നെ ഒഴിവാക്കാൻ നിനക്ക് എളുപ്പമാണല്ലോ രാജു. എന്താ രതിക മാഡം? ഏയ് ഒന്നുമില്ല രാജു. ഞാൻ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കായിരുന്നു. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഇത്ര ആലോചിക്കാൻ എന്തിരിക്കുന്നു? അതെ, അതും ശരിയാ. ആ, എനിക്ക് നല്ല ഉറക്കക്ഷീണമുണ്ട്. എങ്കിൽ രാജു പോയി കിടന്നോ. അല്ല, രതിക മാഡം നിന്നെ ഇവിടെ തനിച്ച് നിൽക്കുന്നത്? എന്നായാലും തനിച്ച് നിൽക്കേണ്ടവളല്ലേ ഞാൻ. ഇപ്പോഴേ തനിച്ച് നിന്ന് ശീലിക്കുന്നതിൽ തെറ്റില്ലല്ലോ. മാഡം എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്ന? അത് പറഞ്ഞ രാജുവിന് മനസ്സിലാവില്ല. രാജു പോയി കിടന്നുറങ്ങും. ശരി മാഡം. ഇതവിടെ ഇട്. എന്തിനമ്മേ ആഘോഷ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ചെയ്യുന്നേ? കാണാൻ ഭംഗിക്ക് മാത്രമാണോ അതോ ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ശാസ്ത്രമുണ്ടോ? ഭംഗിക്ക് മാത്രല്ല പ്രിയേ, വീടിന്റെ കട്ടിളയില് മാവില കൊണ്ട് ഇങ്ങനെ തോരണം കിട്ടുന്നതിന്റെ പിന്നിലെ ഒരു ശാസ്ത്രമുണ്ട്. നീ ക്ഷേത്രങ്ങളിൽ പോകുമ്പോ കണ്ടിട്ടില്ലേ? ആലിലെയും മാവിലെയും കെട്ടുക എന്നുള്ളൊരു ചടങ്ങ് തന്നെ അവിടെയുണ്ട്. ശരിക്കും ക്ഷേത്ര ചടങ്ങുകളില് മാവിലയുടെ സ്ഥാനം വളരെ വലുതാണ്. ഈ മാവിലെ അത്ര നിസാരക്കാരനല്ലെന്ന് സാരം. അതെ, ഇങ്ങനെ വാതിലിൽ മാവില കൊണ്ട് തോരണം കെട്ടുന്നതിലൂടെ മാവിലയുടെ കാമ്പിലുള്ള കറ കാറ്റിൽ കലർന്ന് അകത്തേക്ക് കടക്കും. ആ കാറ്റ് ശ്വസിക്കുന്നത് ആരോഗ്യത്തിനും വളരെ നല്ലതാണെന്ന് എനിക്ക് എന്റെ മുത്തശ്ശി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഈ മാവിലയുടെ കറ ഒരു സാനിറ്റൈസർ ആണെന്ന് പറയാം അല്ലേ അമ്മേ? അതെ. ആ, ദാ വന്നല്ലോ. അത് ശരി, അലങ്കാരങ്ങളൊന്നും തീർന്നില്ലേടി? അമ്മയും മോളോട് സംസാരിച്ചിരുന്ന പണിയൊന്നും തീരില്ല. അവരിങ്ങ് വരാൻ സമയായി. ഞങ്ങളെ ഏൽപ്പിച്ച പണികളെല്ലാം കഴിഞ്ഞു. സാധനങ്ങൾ വാങ്ങിക്കാൻ പോയ വേണിച്ചേട്ടൻ എന്താ താമസിച്ചത്? ഞാൻ താമസിച്ചു. ആ, ഞാൻ ഷാർട്ട് ടൈമാ. കാശ് ലാഭിക്കാൻ അച്ഛൻ എന്തിനാ നടന്നു വന്നേ? ദേ, ആരോഗ്യം ശ്രദ്ധിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുള്ളതല്ലേ? ഡോക്ടർ അങ്ങനെ പറഞ്ഞതുകൊണ്ടല്ലേടി ഞാൻ നടന്നു വന്നത്. എത്രത്തോളം നടക്കണോ അത്രത്തോളം ആരോഗ്യം. ഋതിക മാഡം എവിടെ? ഋതികമ്മയുടെ അകത്ത് സീമന്തത്തിന്റെ ഒരുക്കങ്ങളുടെ ചാർജാ ഏറ്റെടുത്തിരിക്കുന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.